ഒരു യുവാവിനെ കൊലപ്പെടുത്തി 100 കഷ്ണങ്ങളാക്കിയ നിമിഷപ്രിയയെ മോചിപ്പിക്കണം. അതോടൊപ്പം തന്നെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തിയ കന്യാസ്ത്രീകളെ മോചിപ്പിക്കണം. അതാണിപ്പോൾ മലയാളികളുടെ പ്രധാന ആവശ്യം. അങ്ങനെയാണെങ്കിൽ നാളെ ഈ തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെടുകയാണ് തമിഴനായ ഗോവിന്ദച്ചാമിയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞാൽ മലയാളികളുടെ പ്രതികരണം എന്തായിരിക്കും? ഇതെല്ലാം ഒരേ കുറ്റകൃത്യങ്ങളാണല്ലോ, ഈ കൊലപാതകവും പീഡനവും എല്ലാം. നിമിഷപ്രിയയുടെ കാര്യത്തിൽ എനിക്കൊരു വിയോജനമുണ്ട്. കാരണം നിമിഷപ്രിയ എന്ന് പറയുന്നത് ലോലെസ് ആയിട്ടുള്ളൊരു കൺട്രിയിലാണ്, നിയമവാഴ്ച ഇല്ലാത്ത ഒരു രാജ്യത്താണ്. കാരണം ഒരു ഗവൺമെൻറ്റേ ഇല്ല അവിടെ. അവിടെ വിമതരും ഔദ്യോഗിക പക്ഷവും തമ്മിൽ യുദ്ധമായിട്ട് ഔദ്യോഗിക പക്ഷം പിടിച്ചു നിൽക്കാനാവാതെ, അവരുടെ പട്ടാളക്കാരെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവാതെ ആദം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. ഭരണകൂടം അവിടെ ഉണ്ട്, അതിൻ്റെ ഭരണകൂടം അവിടെയാണ്. പുതുതായിട്ട് വന്നത് ഹൂത്തികൾ എന്ന് പറയുന്ന വിമതരാണ്, വിമതരുടെ ഗവൺമെൻറ്റാണ്. അവർക്ക് ഭരണഘടനയൊന്നുമില്ല. അവിടുത്തെ കോടതി എന്ന് പറയുന്ന ഗോത്രനീതിയാണ് അവിടെ നടപ്പാക്കുന്നത്, ശരീഅത്ത് വഴിയാണ് നടപ്പാക്കുന്നത്. അപ്പോൾ ഗോത്രവികാരമാണ് അവിടുത്തെ തീരുമാനങ്ങളെയും വിധിയെയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടന. അതായത് ലിഖിതമായിട്ടുള്ള ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല. തന്നെയല്ല, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം അവിടെ ഭരിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് അംബാസഡർ ഇല്ല. സൗദി അറേബ്യയിലെ എംബസി വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ജിബൗത്തിയിൽ എന്തോ എംബസി പോലൊരു സംവിധാനം ഉണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയൊക്കെ അവിടെ നേരിട്ട് പോയിട്ട് അവർക്ക് അവസാന നിമിഷത്തിൽ നിമിഷപ്രിയയ്ക്ക് നീതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നല്ലൊരു വക്കീലിനെ കണ്ടെത്തി നിയമ ഉപദേശവും വാദവും അത് സ്വീകരിക്കുന്നുണ്ട് അവിടെ, അത്രയും നല്ലത്. അത് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മലയാളി സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ധാരാളം പേര് ചേർന്നിട്ട് അവർക്കൊരു വക്കീലിനെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ അവിടുത്തെ നിയമം അനുസരിച്ച്. പക്ഷേ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കുറ്റമല്ലാതാകില്ലല്ലോ. ഇല്ല, 100 കഷ്ണങ്ങളാക്കി എന്ന് മാത്രമല്ല, കേസിൽ ഇവരത് സമ്മതിച്ചിട്ടുണ്ട്. 100 കഷ്ണങ്ങളാക്കിയ കുറ്റത്തിന് മാത്രമല്ല, ഒരു യമൻ പൗരൻ്റെ സഹായം കൂടി ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട്. യമൻ പൗരൻ അറസ്റ്റിലാണ്, അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുവാർ. അതായത് മലയാളി ആയതുകൊണ്ടോ ഇന്ത്യക്കാരി ആയതുകൊണ്ടോ അല്ല ഈ ശിക്ഷ. ആ ഒരു നീതിബോധം അവർക്കുണ്ട്. രണ്ടുപേരെയും ഒരുപോലെ ശിക്ഷിക്കുക. അപ്പം നിമിഷപ്രിയയെ വെറുതെ വിട്ടാൽ മറ്റേയാളും വെറുതെ വിടേണ്ടി വരും എന്നുള്ളതാണ് ആ കേസ്. ആ കുടുംബത്തിൻ്റെ അവിടുത്തെ നീതി അനുസരിച്ച് വിധി വരേണ്ടത് കുടുംബത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചാണ്. നഷ്ടപ്പെട്ടത് അവർക്കാണല്ലോ. ആ ശരീഅത്ത് നിയമപ്രകാരം ആ ജീവൻ നഷ്ടപ്പെട്ട ആളിൻ്റെ കുടുംബക്കാർ, മരിച്ച ആളിൻ്റെ കുടുംബക്കാർക്ക് അവരാവശ്യപ്പെടുന്ന തുക, ദയാധനം എന്ന് മലയാളത്തിൽ പറയും, ബ്ലഡ് മണി എന്ന് ഇംഗ്ലീഷിലും പറയും, ആ ധനം കൊടുത്തു കഴിഞ്ഞാൽ നടക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ലോകമാകെയുള്ള മലയാളികളെല്ലാം കൂടി മലയാളി ഡയസ്പോറ എന്നാണ് അതിന് പറയുന്നത്, സംഭരിച്ച തുക കൊടുത്താലും ഞങ്ങൾക്കതിന് സമ്മതമല്ല എന്നാണ് മരിച്ച ആളിൻ്റെ സഹോദരനായിട്ടുള്ള ആൾ BBC റേഡിയോയിൽ വരെ അതിന് വാർത്താ പ്രാധാന്യം ലഭിച്ചു പറഞ്ഞു. കാരണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല, കുടുംബം ഉൾപ്പെടുന്ന ഗോത്ര സമൂഹത്തിൻ്റെ കൂടിയാണ്. അവിടെ ഗോത്രത്തലവന്മാരുണ്ട്, അതാണ് പ്രശ്നം. ആ ഗോത്രത്തലവന്മാരും ഉള്ളത് കൊണ്ട് അപ്പോൾ ബ്ലഡ് മണി അതിനൊരു പരിഹാരമാണ്. അവിടുത്തെ നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ ഭരണഘടനാ പ്രകാരമല്ല, ആ ഗോത്രങ്ങളുടെ പൂർവ്വനീതി പണ്ടേ തുടർന്ന് വരുന്ന പാരമ്പര്യം അതാണ് അവിടെ. അതാണ് അങ്ങനെയാണെങ്കിൽ നാളെ വീണ്ടും തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെടുകയാണ് ഗോവിന്ദച്ചാമിയെ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടാൽ? അതെ, ഇപ്പോൾ കാന്തപുരം ആവശ്യപ്പെട്ട് അവിടുത്തെ മതപണ്ഡിതൻ സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാനിപ്പം ഈ നിമിഷപ്രിയയുടെ കാര്യം അങ്ങ് വിടുകയാണ്. അത് വിദേശ രാജ്യമാണ്, ഇന്ത്യയുടെ പ്രദേശമല്ല. പക്ഷേ ഇപ്പോഴൊക്കെ ഇന്ത്യയുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞത് സംഗതമാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ മനുഷ്യക്കടത്ത് നടത്തിയതിൻ്റെ പേരിൽ കേസ് നേരിടുന്ന ആളുകളെ വെറുതെ വിടാമെന്ന് പറയുകയാണെങ്കിൽ, അതൊരു ജാമ്യമില്ലാ കുറ്റമാണ്, ജാമ്യം കൊടുക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും തമിഴ്നാട് ഗവൺമെൻറ്, നമുക്കറിയാം മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അവർ വിജയിച്ച് നിൽക്കുന്നത്, അവരുടെ സമ്മർദ്ദ ശക്തിയും കോടതിയിലെ ശക്തിയും എല്ലാം നമ്മൾ കണ്ടതാണ്, ജനശക്തിയും എല്ലാം നമ്മൾ കണ്ടതാണ്. മനസ്സിലായില്ലേ? കേസ് തോറ്റുപോയി കേരളം മുല്ലപ്പെരിയാർ കേസിൽ. അതുപോലെ ശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ പൗരനാണ്, അനാവശ്യമായിട്ട് ഇവിടെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്, ഇവിടെ കൊലപാതകം നടന്നിട്ടില്ല, ഞങ്ങളുടെ ആളാണ്, അയാൾ ഒരു കൈയില്ലാത്ത ആളാണ്, അതുകൊണ്ട് അയാൾക്ക് ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല
എന്നൊരു കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് അനുവദിച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ എ റഹീമും ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ ബൃന്ദ കാരാട്ടും ഒക്കെ ആവശ്യപ്പെടുന്ന തരത്തിലാണ് നീതി നടപ്പാക്കേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടി വരും. കാരണം അവർ പറയുന്നത് ന്യായമാണ്. കൈയില്ലാത്ത ആളെങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പറ്റുന്നത്? ബലമുണ്ടോ അയാൾക്ക്? അങ്ങനെ ഒരു കേസ് അവർക്ക് ആവശ്യപ്പെടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും അപകടകരമാണ്. നിയമവാഴ്ചയ്ക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ കാര്യത്തിൽ കോടതിയിൽ കേസിൽ അവിടെ കോടതി തീരുമാനിക്കട്ടെ. നമുക്ക് നിയമസഹായം കൊടുക്കാം. ഈ ഇത്തരക്കാർ 24 മണിക്കൂറും കേരളത്തിൽ പ്രത്യേകിച്ച് ഭരണഘടന എന്ന് പറയും. പക്ഷെ ഭരണഘടന പ്രകാരമുള്ള നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് വലിയ രീതിയിൽ പ്രതിസന്ധിയാണ് അല്ലേ അവർക്ക്? അതെ. ഇപ്പോൾ നമ്മൾ നോക്കൂ, കോടതി പറയുന്നതല്ല, കോടതിയെ ചീത്ത പറയുകയാണ് സിൻഡിക്കേറ്റ് അംഗം തന്നെ. കോടതിയെ ചീത്ത പറയുക. അപ്പോൾ നീതിയുടെ നിർവഹണത്തെ അവർ തടസ്സപ്പെടുത്തുകയാണ് ഭരണഘടനയെ പിടിച്ചാണ് ഇട്ടിട്ട്. അതുപോലെ തന്നെ DYFIക്കാർ വൈസ് ചാൻസലർക്കെതിരെ സമ്മർദ്ദം ഉണ്ടാകുക, ഭീഷണിപ്പെടുത്തുകയാണ്. കോളേജിൽ നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് SFI ഉണ്ട്, അവർ പറയുന്നതാണ് അവിടുത്തെ നീതി. അപ്പോൾ കോടതികളൊന്നും ഈ രാജ്യത്ത് വേണ്ട. കോടതികൾ പറയുന്നതും ഭരണഘടനാ സ്ഥാപനങ്ങൾ പറയുന്നതും അല്ല അവരുടെ നീതി. ഗവർണർ എന്ത് ചെയ്യണമെന്ന് വി ശിവൻകുട്ടി, അദ്ദേഹത്തിന് താഴെ വരുന്ന ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിട്ടുള്ള ഗവർണർക്ക് കീഴിൽ വരുന്ന മന്ത്രി മാത്രമായിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്ന ഗവർണർ എന്ത് ചെയ്യണമെന്ന് ശിവൻകുട്ടിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശിവൻകുട്ടി ഗവർണറെ കൊണ്ട് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആ കർത്തവ്യം കൂടി ശിവൻകുട്ടി നിർവഹിക്കണം. അപ്പോൾ എല്ലാം അവർക്ക് തലകീഴായിട്ടാണ്. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രീണനമാണ്. 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഭരണഘടനയെ അട്ടിമറിക്കും, മതേതരത്വത്തെ അട്ടിമറിക്കും. BJP എങ്ങനെയെങ്കിലും തറപറ്റിക്കണം. BJP ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമാണ്. അവർക്ക് ഈ സഹകരണ സംഘങ്ങൾ വഴിയുള്ള അഴിമതി നടത്താൻ പറ്റുകയില്ല. അതുപോലെ തന്നെ അവരുടെ സെക്രട്ടേറിയറ്റിൽ ഇരുന്നു കൊണ്ട് ഉദ്യോഗസ്ഥർ വഴി നടത്തുന്ന അഴിമതി നടത്താൻ പറ്റില്ല. മക്കൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾ വഴി കിട്ടുന്ന ഫണ്ട് അങ്ങനെ അഴിമതിയിലൂടെ സമ്പാദിക്കാൻ പറ്റുകയില്ല. ഒരുപാട് തടസ്സങ്ങൾ ആ പാർട്ടിയുടെ പ്രവർത്തനത്തിലുണ്ടാവും BJP ഇരുന്നാൽ. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും കുടുംബവും അറസ്റ്റിലാവും. അതുകൊണ്ട് ഒരിക്കലും യോജിക്കാത്ത ആശയങ്ങളുള്ള ഈ പാർട്ടികൾ തമ്മിലൊരു കോക്കസ് ഉണ്ടാക്കിക്കൊണ്ട് BJPയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പ്രീണനത്തിൻ്റെയും വർഗീയതയുടെയും ആ ദുഷിച്ച പാത ഇപ്പോൾ പിന്തുടരുകയാണ്. SDPIയുമായിട്ട് ഒരാൾ ചങ്ങാതം ഉണ്ടാക്കുമ്പോൾ മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മറുവശം. ഇതെല്ലാം കാര്യം എന്താ? BJPയെ തോൽപ്പിക്കണം. സുരേഷ് ഗോപി ജയിച്ചത് വലിയൊരു നാണക്കേടായിപ്പോയി അവർക്ക്. അതുകൊണ്ട് സുരേഷ് ഗോപി ക്രിസ്ത്യൻ വോട്ട് നേടിയാണ് വിജയിച്ചതെന്ന് ആരോപണം ഉന്നയിക്കുക. ജോർജ് കുര്യന് MP സ്ഥാനം ലഭിച്ചത് അദ്ദേഹം BJPയിൽ പ്രവർത്തിച്ചതുകൊണ്ടല്ല, ക്രിസ്ത്യാനി ആയതുകൊണ്ടാണെന്ന് പറയുക, പറഞ്ഞു വരുത്തുക. ഇതൊക്കെയാണ് വർഗീയത എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ ഓരോ നാടും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നീതിപീഠത്തിൻ്റെ വിധിയെ വകവെക്കാതെ അവരെ വിട്ടുകൊടുക്കുക. കോടതി എന്ന് പറയുന്നതിൽ വിശ്വാസമുള്ള ഒരാളും അങ്ങനെ പറയുകയില്ല എന്നുള്ള ഭരണഘടന, നിയമവാഴ്ച എന്നിവയിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നവർ ഇങ്ങനെ പറയാൻ പാടില്ല. ഇത് നാളെ ഭീകരരെയും വെറുതെ വിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധ്യതയാകും. പിന്നെ സമാധാനമായിട്ട് ഈ രാജ്യത്താർക്കും ജീവിക്കാൻ പറ്റാതെ. അഫ്സൽ ഗുരുവിനെ അങ്ങനെ അയാൾ നിരപരാധിയാണെന്ന് വാദിച്ചിരുന്നല്ലോ കോൺഗ്രസ്സുകാർ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ.